ഈ ഒരു ചരിത്ര നിമിഷമാണല്ലോ, ഏറ്റവും പ്രായം കുറഞ്ഞ അതും ഒരു വലിയ നഗരസഭയെ, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭകളിലൊന്നാണ് പാലാ നഗരസഭ, അതിന് നേതൃസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം. ഇപ്പം UDF ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ UDFന് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു 21 വയസ്സിൽ, പ്രായം ഒരു നമ്പർ മാത്രമാണ്, എന്നാലും 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലായിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. ഈ സ്വാതന്ത്ര്യക്ക് പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നിങ്ങൾക്ക് വിപ്പ് ബാധകമല്ല, അപ്പൊ നിങ്ങൾക്ക് മറ്റു അവസരങ്ങളും ഉണ്ട്. LDF എന്ന് പറയുന്നൊരു തുറന്ന വാതിൽ കിടപ്പുണ്ട്. അപ്പം സ്ഥിരമായ നിലപാടാണോ, 5 വർഷത്തേക്കുള്ള സ്ഥിര നിലപാടാണോ? അല്ല, ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറുന്നില്ലല്ലോ. നമ്മൾ UDFനോടൊപ്പം ചേർന്ന് ഒരു ബാക്കപ്പ് സപ്പോർട്ട് കൊടുക്കുവാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഈ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് നിങ്ങൾ തോൽപ്പിച്ച സ്ഥാനാർത്ഥിയുടെ കോൺഗ്രസിലെ പോസ്റ്റ് അടക്കം മാറ്റണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. അത്തരം ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ന്യൂസാണ്. അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല. എല്ലാവരോടും